ജന്നത്തുൻ അലൽ അർള്, ഭൂമിയിലെ സ്വർഗം. കാശ്മീറാണ് ഭൂമിയിലെ സ്വർഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം കാശ്മീരിൽ അത്രയും സുന്ദരമായ പ്രദേശങ്ങളാണ് ടൂറിസ്റ്റ് പ്ലേസുകളായി കൊണ്ടുള്ളത്. ഇത്രയും മനോഹരമായ പ്രദേശങ്ങൾ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരും. അങ്ങനെ കാശ്മീരിലേക്ക് വന്നയാളാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുവൈത്തിയായ അബ്ദുള്ള സാലിം അല്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ കാശ്മീർ കാണിക്കാൻ വേണ്ടി ആരും പോകുന്നുണ്ട്. ആദിൽ എന്ന മലയാളിയായ ഒരു ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അവർ കാശ്മീരിലെത്തിയപ്പോൾ ഇസ്തഖ്ബലഹും മുവല്ലഫു ഖിസ്മി സിയാഹത്തി ബി കാശ്മീർ, കാശ്മീരിലെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു. ഇസ്തഖ്ബലഹും അവരെ സ്വീകരിച്ചു, മുവല്ലഫു ഉദ്യോഗസ്ഥർ ഖിസ്മി സിയാഹത്തി ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബി കാശ്മീർ, കാശ്മീരിലെ എങ്ങനെ സ്വീകരിച്ചു? ബി തൗഫീരി അവർക്ക് നൽകിക്കൊണ്ട്, ബി തൗഫീരി നഷറത്തിൻ സിയാഹിയത്തിന് ഒരു ടൂറിസ്റ്റ് ബ്രോഷർ അവർക്ക് നൽകിക്കൊണ്ട്. ഹയ്യാൻ അക്റൗ നഷറത്ത്, ആ ബ്രോഷർ നമുക്ക് വായിക്കാം. ഇതാണത്. കാശ്മീരിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണിത്. മർഹബൻ ബിക്കും ഫി കാശ്മീർ, കാശ്മീരിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കാശ്മീർ ഹിയ ജന്നത്തുൻ അലൽ അർള്, കാശ്മീർ ഭൂമിയിലെ ഒരു സ്വർഗമാണ്. തഖ വസത ജിബാലിൽ ഹിമാലയ, ഹിമാലയ പർവ്വതത്തിൻ്റെ മധ്യത്തിലാണത് സ്ഥിതി ചെയ്യുന്നത്, കാശ്മീർ സ്ഥിതി ചെയ്യുന്നത്. ഫി അക്സ ഷമാലിൽ ഹിന്ദ്, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത്. ഇസ്തഹർത്ത് ബി ജമാലിഹ അത്തൊബിഇ, കാശ്മീർ അതിൻ്റെ മനോഹരമായ പ്രകൃതിയാൽ പ്രശസ്തമാണ്. വ ഉദ്യാനിഹൽ ഹാദിയത്തി, ശാന്തമായ അവിടെയുള്ള താഴ്വരകളാൽ പ്രശസ്തമാണ്. വാദി ജമ ഉദ്യാൻ, താഴ്വരകൾ. വജിബാലിഹൽ മുഹത്താത്തി ബിസുലൂജ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളാൽ പ്രശസ്തമാണ്. വബുഹൈറാത്തിഹ സ്വാഫിയ, തെളിഞ്ഞ തടാകങ്ങളാലും പ്രശസ്തമാണ്. ഈ പറയപ്പെടുന്ന പ്രകൃതി ഭംഗികളൊക്കെ അവിടെയുണ്ട്. ശ്രീനഗർ അൽ മഅറൂഫത്തു ബി മദീനത്തിൽ ബുഹൈറാത്ത്, തടാകങ്ങളുടെ പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീനഗർ മിൻ അജ്മലിൽ വിജിഹാത്തി സിയാഹിയത്തി ഫി കാശ്മീർ, കാശ്മീരിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്. ശ്രീനഗർ മിൻ അജ്മലി അൽ വിജിഹാത്തി സിയാഹിയ, ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫി കാശ്മീർ, കാശ്മീരിലെ. തലമ്മു ഹാദിഹിൽ ആസിമത്തു സൈഫിയത്തു, ഈ വേനൽക്കാല തലസ്ഥാനം ഉൾക്കൊള്ളുന്നു ഹാദിഹിൽ ആസിമത്തു സൈഫിയത്തു, ഈ വേനൽക്കാല തലസ്ഥാനം, അതായത് ശ്രീനഗർ ഉൾക്കൊള്ളുന്നു. ശ്രീനഗർ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ശ്രീനഗറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. എന്തൊക്കെയാണ്? ബുഹൈറത്തു ഡാൽ തടാകമുണ്ട്. പിന്നെ വൽ ഹദായിഖത്തുൽ മുഗലിയ, മുഗൾ ഗാർഡൻസ് ഉണ്ട്. മിസ്ല ഹദീഖത്ത് ഷാലിമാർ ഗാർഡൻ പോലെ. അൽ മഅറൂഫത്ത് ബിതാജ് കശ്മീർ, കശ്മീരിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന ഷാലിമാർ ഗാർഡൻ പോലെ. വ ഹദീഖത്ത് നഷാത്ത് ഗാർഡൻ പോലെ. അൽ മഅറൂഫത്ത് ബി അക്ബരി ഹദീഖത്തിൻ മുഗലിയ, ഏറ്റവും വലിയ മുഗൾ ഉദ്യാനം, ഏറ്റവും വലിയ മുഗൾ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നഷാത്ത് ഗാർഡൻ പോലെ. അപ്പോൾ നഷാത്ത് ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ, അങ്ങനെയുള്ള മുഗൾ ഗാർഡനുകൾ കാശ്മീരിലുണ്ട്. പിന്നെ എന്തുണ്ട്? വൽ അസ്വാഖ്, മാർക്കറ്റുകളുണ്ട്, അങ്ങാടികൾ. അൽ ഹാസ, പ്രത്യേകമായ. എന്തിനു പ്രത്യേകമായ? ലിൽ മൻതൂജാത്തി, ഉൽപ്പന്നങ്ങൾക്ക്. ഏതുൽപ്പന്നങ്ങൾ? അൽ ഹിറഫിൽ യദവിയത്തി, കരകൗശല വസ്തുക്കളുടെ, കരകൗശല. അൽ ഹിറഫിൽ യദവിയ മീൻസ് കരകൗശലം. അത്തഖ്ലീദിയ അൽ കാശ്മീരിയ, കാശ്മീരി പരമ്പരാഗത കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റുകൾ, പിന്നെ മുഗൾ ഉദ്യാനങ്ങൾ ഒക്കെ അടങ്ങിയ മനോഹരമായ സ്ഥലമാണ് വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്ന ശ്രീനഗർ. എന്തുകൊണ്ടാണ് ശ്രീനഗർ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കാരണം പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു അല്ലേ. ആ സമയത്ത് അവിടെ 2 തലസ്ഥാനങ്ങളായിരുന്നു ഉള്ളത്, ഒന്ന് ജമ്മു, ഒന്ന് ശ്രീനഗർ. വേനൽക്കാലത്ത് ശ്രീനഗറാണ് തലസ്ഥാനം, ശൈത്യകാലത്ത് ജമ്മുവാണ്. അതിൻ്റെ കാരണം ശൈത്യകാലത്ത് ശ്രീനഗറിൽ കൊടും തണുപ്പായിരിക്കും, അപ്പോൾ തലസ്ഥാനം ജമ്മുവിലേക്ക് മാറ്റും. പിന്നെ വേനൽക്കാലമാകുമ്പോഴേക്കും ശ്രീനഗറിലെ തണുപ്പ് അല്പം കുറയും, അപ്പോൾ തലസ്ഥാനം ശ്രീനഗറിലേക്ക് മാറ്റും. അപ്പോൾ 2 തലസ്ഥാന നഗരിയും തലസ്ഥാന അതിൻ്റെ മന്ദിരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഇന്ന് ജമ്മു കാശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അതുകൊണ്ട് ശ്രീനഗർ മാത്രമാണ് ഇന്നത്തെ തലസ്ഥാനം. ഓക്കെ, വ മിൻഹ അതിൽപ്പെട്ടതാണ്. ഏതിൽപ്പെട്ടതാണ്? കാശ്മീരിലെ മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഹദീഖത്ത് തുലിപ്പ്, തുലിപ്പ് ഗാർഡൻ. അതൊരു പൂവാണ് അല്ലേ, തുലിപ്പ് പൂവ്. ലില്ലി പൂവിനോട് സാമ്യതയുള്ളൊരു പൂവാണ്. ഹി അക്ബർ ഹദീഖത്തിൽ സമ്പഖി ഫി കാറത്ത് ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ ലില്ലിപ്പൂ അല്ലെങ്കിൽ തുലിപ്പൂ പൂന്തോട്ടമാണ്, ഗാർഡനാണ് അത്. രണ്ടും സെയിം ആണെന്ന് തോന്നുന്നു, ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവും. ടുലിപ്പ്, ലില്ലി. വ ഗുൽമാർഗ്, പിന്നെയുള്ള സ്ഥലമാണ് ഗുൽമാർഗ്. അല്ലാതെ സ്വാറ മർക്കസ് തസല്ലുജി, അത് സ്കീയിങ്ങിനുള്ള ഒരു സെൻറ്ററായി തീർന്നു. സ്കീയിങ് മീൻസ് ഐസിലൂടെ പോകുന്ന ആ ഒരു ഉപാധി അല്ലേ, വിനോദസഞ്ചാരത്തിനുള്ളൊരു മാർഗമാണ് ഐസിൽ തെന്നി നീങ്ങുന്നത്. വ ജന്നത്തൻ ലിൽ, ആ ഗുൽബാർഗ് സ്കീയിങ്ങിനും പിന്നെ സ്കീയിങ്ങിൻ്റെ ഒരു കേന്ദ്രമാണ്. പിന്നെ വ ജന്നത്തൻ ലിൽ ഉഷാഖിൽ മുഗാമറാത്ത്, സാഹസിക പ്രേമികളുടെ, സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സ്വർഗമാണത്. സാഹസിക സഞ്ചാരങ്ങൾക്ക് പറ്റിയ സ്ഥലമാണത്. അതേപോലെ യതമത്തഉ സായിഹൂന, വിനോദസഞ്ചാരികൾ ആസ്വദിക്കുന്നു. ബിരിഹിലത്തി തിൽഫ്രീഖ്, കേബിൾ കാർ യാത്രയും വിനോദസഞ്ചാരികൾക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും. ഇതാണ് കേബിൾ കാർ അല്ലേ, അത് ഈ കേബിളിൻ്റെ മേലെ കൂടെ കേബിളിൽ തൂങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വണ്ടി. പിന്നെയോ റുക്കൂബിൽ ഖൈൽ, പിന്നെ അവിടെ ഉള്ളത് റുക്കൂബുൽ ഖൈലാണ്, കുതിരസവാരി അതാ. സോനാമാർഗ് എന്ന സ്ഥലം അല്ലദി യുഅദ്ദു ബവാബത്ത ലഡാക്ക്, ലഡാക്കിലേക്കുള്ള കവാടമായി അറിയപ്പെടുന്ന സോനാമാർഗ്, അതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് ബി തൊബിയത്തിഹ അൽ ജമീല, അതിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയോടെയുള്ള ഒരു പ്രദേശമാണ് സോനാമാർഗ്. അതേപോലെ അവിടെ വേറെന്തുണ്ട്? ബുഹൈറാത്തിഹൻ നഖിയ, തെളിഞ്ഞ ശുദ്ധമായ തടാകങ്ങളും അവിടെയുണ്ട്. ലാ ശക്ക, സംശയമില്ല, അന്ന കശ്മീർ തുവഫിറു തജ്രിബത്തൻ മാത്യാത്തൻ, കാശ്മീർ ആസ്വാദ്യകരമായ ഒരു അനുഭവം ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലിക്കുല്ലി സാഹിൻ, എല്ലാ ടൂറിസ്റ്റിനും, കാശ്മീരിൽ പോകുന്ന എല്ലാവർക്കും കാശ്മീർ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ലാ ശക്ക, സംശയമില്ല. തമത്തഉ ബിൽ മനാദിറിൽ ഖല്ലാബ, ആകർഷകമായ കാഴ്ചകൾ ആസ്വദിച്ചോളൂ എന്നതാണ് ആ ബ്രോഷറിലുള്ളത്. ഹയ്യ നക്തുബു ബഅദൽ അമാകിനി സിയാഹിയത്തി ബി കാശ്മീർ, കാശ്മീരിലുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളുടെ പേര് നമുക്കിവിടെ എഴുതാം. ഒന്ന് ബുഹൈറത്തു ഡാൽ, ഗുൽമാർഗ്, ഓക്കെ, അങ്ങനെ കുറേ എണ്ണം ഇവിടെ പറഞ്ഞു അല്ലേ, അതൊക്കെ എഴുതുക. പിന്നെ ഏതൊക്കെയാണുള്ളത്? ഷാലിമാർ, ഹദീഖത്തു ഷാലിമാർ, പിന്നെ ഹദീഖത്തു ഹദീഖത്തു നഷാത്ത് അല്ലേ, ഹദീഖത്തു നഷാത്ത്. പിന്നെ അൽ അസ്വാഖ്, കുറച്ച് മാർക്കറ്റുകൾ അല്ലേ. അതേപോലെ ഹദീഖത്തു തുലിപ്പ്, പിന്നെ സോനാമാർഗ്. ഓക്കെ, ഇതൊക്കെ കാശ്മീരിലെ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ഹയ്യ നതാറഫു ആസാറൻ ഹിന്ദിയത്തൻ വനക്തുബ് അസ്മാഅഹ, നമുക്ക് ഇന്ത്യൻ സ്മാരകങ്ങൾ പരിചയപ്പെടാം, അവയുടെ പേരുകൾ എഴുതാം. ഒന്നാമത്തത് മനാറത്ത് കുത്തുബ് മിനാറാണിത്. അടുത്തത് ഇതെന്താണ്? ചെങ്കോട്ടയാണല്ലേ, അൽ ഖൽഅത്തുൽ ഹംറ. പിന്നെ ഇതോ അൽ മസ്ജിദുൽ ജാമിഅ ഡൽഹി ജുമാ മസ്ജിദ്. ഇതാണ് ഇത് മഅബദുൽ ലോട്ടസ് ടെമ്പിൾ. ഇത് ബവാബത്തുൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ്. ഇതോ ഖസ്റു മൈസൂർ പാലസ്. ഇത് മബ്ന അൽ ബർലമാനിൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം. ഖൽഅത്തു ബേക്കൽ കോട്ട, കേരളത്തിലെ കാസർഗോഡുള്ള ബേക്കൽ കോട്ട. അങ്ങനെ ഖബല മുഗാദറത്തി അബ്ദുല്ലാഹി സാലിം മിൻ മത്താരി ശ്രീനഗർ, അബ്ദുള്ള സാലിം ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് ദാറ ബൈനഹു വ ബൈന ആദിലിൻ ഹിവാറുൻ, ആദിലിനും അദ്ദേഹത്തിനും ഇടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ നോക്കാം. അബ്ദുള്ള സാലിം, യാ ആദിലെ അൻത മുർഷിദുൻ മിസാലിയുൻ, നീ ഒരു മാതൃക ടൂറിസ്റ്റ് ഗൈഡാണ്. ലി അന്നക ജഅൽത ഹാദിഹി റിഹലത്ത് സിയാഹിയത, കാരണം നീ ഈ
ടൂറിസ്റ്റ് യാത്രയെ നീ ഈ യാത്രയെ ആക്കിയിരിക്കുന്നു അക്സറ ജസാബത്തൻ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. എങ്ങനെ? ബി ബയാനിക സിഹരി നിന്റെ മാസ്മരികമായ വിവരണത്താൽ, ഫിലോത്തിൽ അറബിയത്തിൽ ഫുസ്ഹ അറബി ഭാഷയിലുള്ള നല്ല ശുദ്ധമായ അറബി ഭാഷയിലുള്ള നിന്റെ ആ മികച്ച വിവരണത്താൽ നീ എൻ്റെ ഈ ഒരു ടൂറിനെ മനോഹരമാക്കി, കൂടുതൽ മനോഹരമാക്കി. അറബി അറിയാത്തൊരു ഗൈഡാണെങ്കിൽ അവർക്ക് അറബികൾക്ക് അതത്ര മനോഹരമായിരിക്കുകയില്ല യാത്ര. അതിൽ കുന്തു അത്തമത്തഹാദിഹിരേലത്തമാക്കും ഞാനും നിങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയെ ആസ്വദിക്കുകയായിരുന്നു. കുന്തു അത്തമത്തവും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അബ്ദുള്ള കൈഫ തജിദു മസ്റൂഫൽ ജൈബി നീ എങ്ങനെ മസ്റൂഫുൽ ജൈബ് പോക്കറ്റ് മണി കണ്ടെത്തും? ലി മുതാബഅത്തി ദിറാസത്തിക്കൽ ഉല്യ ഫിൽ ജാമിയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്റെ ഈ ഉന്നത പഠനത്തിന് വേണ്ടി നീ എങ്ങനെ പോക്കറ്റ് മണി എങ്ങനെയാണ് കണ്ടെത്താറ്? അപ്പോൾ അതിൽ പറയുന്നു അത്തഖാദ റാത്തിബ് ഷഹരിയ എനിക്ക് മാസ ശമ്പളം കിട്ടാറുണ്ട്. മിനൽ വക്കാലത്തി ഈ ഏജൻസിയിൽ നിന്നും, ഈ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്നും എനിക്ക് മാസ ശമ്പളമുണ്ട്. കമുർഷിദിൻ സിയാഹിൻ ടൂറിസ്റ്റ് ഗൈഡായിക്കൊണ്ടുള്ള ജോലിയിൽ നിന്നും. മുൻപ് സനത്തേനി 2 വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുകയാണ് അല്ലേ, അതിൻ്റെ മാസ ശമ്പളം എനിക്ക് ലഭിക്കും. അങ്ങനെയാണ് ഞാൻ പോക്കറ്റ് മണി കണ്ടെത്താറ്. അബ്ദുള്ള സാലിം മുംതാസ് എക്സലൻറ്റ്. ലക്ക ഫുറസുൻ അതീതത്തുൻ നിനക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഫുർസത്തുൻ ജമ ഫുറസ് അവസരങ്ങൾ, അതീതത്തുൻ ധാരാളം. ഫി മജാലി തർജമത്തി ട്രാൻസ്ലേഷൻ രംഗത്ത്, വൈരിഹ അതേപോലുള്ള മറ്റു രംഗങ്ങളിലും നിനക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. എവിടെ? ഫിൽ ബുൽദാനിൽ അറബി അറബ് നാടുകളിൽ. ദാനി ഒയ്യനുക്ക ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യട്ടെ, ഞാൻ നിന്നെ നിയമിക്കട്ടെ. അയ്യന മീൻസ് നിയമിച്ചു. ഞാൻ നിന്നെ നിയമിക്കട്ടെ. ഫി ശരിക്കത്തി ബിൽ കുവൈറ്റ്സ് എൻ്റെ കുവൈത്തിലെ കമ്പനിയിൽ മുതർജിമിൻ ട്രാൻസ്ലേറ്റർ ആയിക്കൊണ്ട്. ലോ തുരീദു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ കമ്പനിയിലെ ട്രാൻസ്ലേറ്ററായി നിയമിക്കാം എന്ന് പറഞ്ഞു, കുവൈത്തിലുള്ള കമ്പനിയിൽ. അപ്പോൾ അതിൽ മഷ്കൂർ താങ്ക് യു യാ സയ്യിദി താങ്ക് യു സാർ. അർജു അൻ ഉക്മില ദിറാസത്തൽ മാജസ്തീറി ഞാൻ എൻ്റെ മാജസ്തീർ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർജു അൻ ഉക്മില ഞാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. ബിസനത്തിൻ 1 വർഷം കൊണ്ട് അല്ലേ, എനിക്ക് 1 വർഷം കൂടെ പഠിക്കാനുണ്ട്. ഫൽതഹിഖ ബിക അങ്ങനെ 1 വർഷം കൊണ്ട് മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയാൽ ഞാൻ താങ്കളുമായിട്ട് ബന്ധപ്പെടും. ഫഅൽതഹിഖ ബിക താങ്കളുമായിട്ട് ജോയിൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അബ്ദുള്ള സാലിം ഫിക്ര റായ അതൊരു നല്ല ആശയമാണ്. ഇത്തസിൽ ബി എന്നെ ബന്ധപ്പെടൂ. ബാദ ഇക്മാലി ദൗറത്തിക നിന്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഇക്മാൽ പൂർത്തിയാക്കിയതിന് ശേഷം, ദൗറത്തിക നിന്റെ കോഴ്സ്. അങ്ങനെ അതിൽ ഇൻഷാ അല്ലാഹ് സഅത്തസിൽ ബിക ഐ വിൽ കോണ്ടാക്ട് യു യാ സയ്യിദി സാബ്. ശുക്രൻ ജസീലൻ താങ്ക് യു. അബ്ദുള്ള സാലിം അഫ്വൻ ഇല ലിഖാ ബൈ. അതിൽ മാസലാമ ബൈ ഇല ലിഖാ സി യു മാസലാമ ബൈ. അങ്ങനെ നതഖയ്യലുൽ ഹിവാറുൽ ഹാത്തിഫിയ ബൈന ആദിലും വ അബ്ദുല്ല സാലിം. അബ്ദുള്ള സാലിമും ആദിലും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം നമുക്ക് സങ്കല്പിക്കാം. ബാദ വസൂലിഹി ഇലൽ ബൈത്ത് അദ്ദേഹം വീട്ടിലെത്തിയതിന് ശേഷം, അബ്ദുള്ള സാലിം തൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ആദിലിനെ വിളിക്കുകയാണ് അല്ലേ. ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും ആദിലെ അസ്സലാമു അലൈക്കും. ആദിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഹൽ വസൽത ഇലൽ ബൈത്ത് താങ്കൾ വീട്ടിലെത്തിയോ? അബ്ദുള്ള സാലിം നഅം അതെ. വസൽതു ഇലൽ ബൈത്തി ബിഖൈർ ഞാൻ സുഖമായി വീട്ടിലെത്തി. അതിൽ കൈഫ കാനത്ത് റിഹലത്തുൽ ഔദ മടക്കയാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അബ്ദുള്ള സാലിം കാനത്ത് മുരീഹത്തൻ ഇറ്റ് വാസ് കംഫർട്ടബിൾ നല്ല യാത്രയായിരുന്നു. അതിൽ അൽഹംദുലില്ലാ. അബ്ദുള്ള സാലിം ഉരീദു അൻ അഷ്കുറക മറത്തൻ ഉഖ്റ ഞാൻ ഒന്നുകൂടെ നിനക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലി ഖിദ്മാതിക നിന്റെ സേവനങ്ങളാൽ, നീ എനിക്ക് അത്രയും നല്ല സേവനങ്ങളാണ് ചെയ്തു തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിനക്ക് നന്ദി പറയുന്നു. അപ്പോൾ അതിൽ ഹാദാമിൻ വാജിബിയ സയ്യിദി ഇതെൻ്റെ കടമയാണ് സാർ. അബ്ദുള്ള സാലിം ഹസനൻ ഓക്കെ. സഅത്തസിൽ ബിക ലാഹിഖൻ ഇൻഷാ അല്ലാഹ് ഞാൻ നിന്നെ പിന്നീട് ബന്ധപ്പെടാം ഇൻഷാ അല്ലാഹ്. അതിൽ ഹസനൻ യാ സയ്യിദി ഓക്കെ സാർ മഅസ്സലാമ ബൈ. അങ്ങനെ ഒരു സംഭാഷണം നമുക്ക് എഴുതാം. നഖ്താർ മിനൽ ഹിവാരി അൽ കലിമാത്ത് തഹദീബിയ ഈ ഹിവാറിൽ നിന്നും അൽ കലിമാത്ത് തഹദീബിയ കണ്ടെത്താം. എന്തൊക്കെയാണ്? അസ്സലാമു അലൈക്കും അത് ഇതിലില്ല അല്ലേ, ആ രൂപത്തിലുള്ള വാക്കുകളാണ് അൽ കലിമാത്ത് തഹദീബിയ. മുംതാസ് ഇതൊരു കലിമാത്ത് തഹദീബിയാണ് അല്ലേ. മഷ്കൂർ പിന്നെ ഇൻഷാ അല്ലാഹ് അഫ്വൻ ഇലൽ ലിഖാ മഅസ്സലാമ
ശുക്രൻ ജസീലൻ. അതൊക്കെ അൽ കലിമാത്തു തഹദീബിയാണ്. ഇനി സീറോ ഫിൽ അർലി, ഇത് എഴുതി പരിശീലിക്കാനാണല്ലേ. ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക. ഫൻദുറു എന്നുള്ളത് അല്ലേ. ഫൻദുറു കൈഫ കാന ആഖിബത്തൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണുക. അതിവിടെ ഹത്തുർ റുക്കയിൽ എഴുതി പരിശീലിക്കുക. ഇതോടെ 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു.